ഇതുപോലെ അധ്യാപകർക്ക് ഒരു സമരം ചെയ്യേണ്ട ഗതികേട് വന്നിട്ടുണ്ടാകില്ല. സമരങ്ങൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്, അധ്യാപകരും സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ തലതിരിഞ്ഞ നിലപാടുകളില്ലാത്ത ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ അധ്യാപകർക്ക് സ്കൂൾ വിട്ടിറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ പാപഭാരവും വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെയാണ്, സർക്കാരിന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അധ്യാപകരെ ഇത്തരത്തിൽ നാണം കെട്ട തരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു അധ്യാപകന്റെ നാണവും മാനവും കെടുത്തുന്ന തരത്തിലേക്ക് ഈ ഗവൺമെന്റ് കൊണ്ടുപോവുകയാണ്. അധ്യാപകർ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ റിസോഴ്സിന്റെ പ്രൊഡ്യൂസേഴ്സാണ്. അധ്യാപകരാണ് ഈ രാജ്യത്തിന്റെ, ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത്. ഇന്ന് നിയമസഭയിൽ ഒരു ചോദ്യോത്തര വേളക്കിടയിൽ വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമുയർന്നു. കേരളത്തിലെ നിയമസഭാ അംഗങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞാണ് +2 ചർച്ച വന്നത്. അതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും വികൃതമായ ഒരു നിലപാട്, ഞങ്ങളുടെ കയ്യിൽ ഇതിനു വേണ്ടി മുടക്കാൻ പണമില്ല എന്നാണ്. ടൂറിസം വകുപ്പിന് കാരവൻ വാങ്ങാനുള്ള പണമുള്ള സർക്കാരിന് വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം ചെലവഴിക്കാനില്ലെങ്കിൽ അത് കുന്നിക്ക് പിടിച്ച് വാങ്ങിയെടുക്കാൻ തന്നെ ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ അറിയിക്കാറുള്ളത്. പ്രിയപ്പെട്ട അധ്യാപകരെ, നമ്മൾ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളം ഒരു നോളജ് ഇക്കോണമിയിലേക്ക് പോകണം എന്നതാണ് കേരള സർക്കാർ തന്നെ മുന്നോട്ട് വെക്കുന്ന ആശയം. കേരളം ഒരു നോളജ് ഇക്കോണമിയിലേക്ക് പോവുകയല്ലാതെ നമുക്കൊരു ഫാക്ടറി തുടങ്ങാൻ കഴിയില്ല, വ്യവസായം ഉണ്ടാക്കാൻ കഴിയില്ല. കേരളത്തിന്റെ ഒരേ ഒരു വരുമാന മാർഗം ഇനി നോളജ് ഇക്കോണമിയാണ് എന്ന് പറയുന്നത് സംസ്ഥാന ഭരണകൂടമാണ്. എന്നാൽ ഒരു നോളജ് ഇക്കോണമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആരാണ്? നമ്മളൊരു നോളജ് ഇക്കോണമി ശക്തിപ്പെടുത്തണമെങ്കിൽ ആദ്യമായി ശക്തിപ്പെടേണ്ടത് വിദ്യാഭ്യാസ രംഗമല്ലേ? ആ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകരോട് ഇത്തരത്തിലുള്ള ചിറ്റമനയം കാണിക്കുന്ന ഒരു സർക്കാരിന് എന്ത് നോളജ്